മനോജ് ചേരുന്നുണ്ട്. മനോജ്, കോർപ്പറേഷനിൽ വീണ്ടും സീറ്റ് നില ഉയർത്തുന്നു BJP. 3 സീറ്റ് ലഭിച്ചു എന്ന വിവരം വരുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, വലിയ മുന്നേറ്റമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ BJP നടത്തിയിട്ടുള്ളത്. ഒരു സീറ്റാണ് അവർക്കുണ്ടായിരുന്നത്. അത് 3 വിജയിക്കുന്ന ഒരു സാഹചര്യം. ടെമ്പിൾ ഡിവിഷൻ കൂടി UDF-ൽ നിന്നും BJP പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അർച്ചന വണ്ടിച്ചാൽ അവിടെ നിന്നും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ മറ്റൊരു സീറ്റിൽ കൂടി, അതായത് തുളിച്ചേരിയിലും BJP ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. അവിടെ MK മജേഷ് 652 വോട്ട് നേടിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി പനയൻ ഉഷ 602 വോട്ടും, അതായത് ഒരു 50ഓളം വോട്ടിന്റെ ലീഡ് അവിടെ നേടിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ BJP. അവിടെയും ജയിക്കും എന്ന് BJP നേതൃത്വം ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അതിന്റെ ഫലം കൂടി വരും. അങ്ങനെയാണെങ്കിൽ BJP കണക്കുകൂട്ടിയിരുന്നത് 6 സീറ്റുകളിൽ വിജയിക്കും എന്നുള്ളതായിരുന്നു. അതിനോടടുത്ത് BJP നീങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ BJPയുടെ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ കൂടി ഒരു തരത്തിലും UDF-ന് വലിയ ക്ഷീണം ഉണ്ടാകാം. അതായത് നിരവധി സിറ്റിംഗ് സീറ്റുകൾ, 2 സിറ്റിംഗ് സീറ്റുകൾ UDF-ൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സിറ്റിംഗ് സീറ്റ് CPM-ന്റെ സിറ്റിംഗ് സീറ്റ് കൊക്കേമ്പാറയും BJP പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പോലും കണ്ണൂർ കോർപ്പറേഷനിൽ UDF-ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇല്ലാതെ ഭരണത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിനകം 22 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. 12 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 4 ഇപ്പോൾ 3 ജയിച്ചു, 1 കൂടി BJP ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ പ്രയാസമില്ലാതെ തന്നെ UDF-ന് ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു മത്സരം നടന്ന ഡിവിഷനാണ് പള്ളിപ്പൊയിൽ. അവിടെ LDF ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ, മുൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് TC താഹയെയാണ് മത്സരിപ്പിച്ചത്. പള്ളിപ്പൊയിൽ എന്ന് പറയുന്നത് UDF-ന്റെ എപ്പോഴത്തെയും ഉറച്ച കോട്ടയാണ്. ആ ഉറച്ച കോട്ടയ്ക്ക് വിള്ളൽ ഉണ്ടാക്കാൻ TC താഹയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഫലസൂചനകൾ വരുന്നത്. നിലവിൽ ലഭിച്ച ഒരു വോട്ടിംഗ് നിലയനുസരിച്ച് 567 വോട്ട് TC താഹ നേടിയിട്ടുണ്ട്. UDF-ന് 483 വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു ചെറിയ മാർജിൻ ആണെങ്കിൽ പോലും ഇപ്പോൾ TC താഹ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പള്ളിപ്പൊയിൽ നിന്നുള്ള ഒരു ലീഡ് നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ LDF നടത്തിയിട്ടും ഒരു തരത്തിലുള്ള ചലനവും കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അർജുൻ.